എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണ് കൈവിഷം. കൈവിഷം ശരീരത്തിലേറ്റാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ശത്രുതയോ വശീകരണമോ ലക്ഷ്യമാക്കി ആഹാരത്തിലൂടെയോ പാനീയങ്ങളിലൂടെയോ രഹസ്യമായി നൽകപ്പെടുന്ന മന്ത്രപരമായ വിഷം അല്ലെങ്കിൽ മരുന്നാണ് കൈവിഷം എന്ന് പറയുന്നത്. ആളുകളെ മാനസികമായും ശാരീരികമായും തളർത്താനും സാമ്പത്തികമായി തകർക്കാനും വശത്താക്കാനും ഇത് ഉപയോഗിക്കുന്നു എന്നാണ് കേരളീയ പഴമക്കാർ പറയുന്നത്. ഈ വിഷം എന്നത് വയറ്റിൽ ദഹിക്കാതെ കിടക്കുമെന്നും അത് മാറ്റുന്നത് വരെ ആ വ്യക്തിയിൽ ഓരോ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മറ്റുള്ള ഈ കൊടുക്കുന്നത് ആരാണ് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കും ഈ വ്യക്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൈവിഷം കൊടുത്തു കഴിഞ്ഞാൽ ചില വ്യക്തികൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അവർക്കൊരു ഉന്മാദവും മാനസിക വിഭ്രാന്തിയും അവരുടെ മനസ്സിനെ താളം തെറ്റുന്ന കാര്യങ്ങളും വെറുതെ ഇരുന്ന് സംസാരിക്കുക, ചിരിക്കുക, പെട്ടെന്നുള്ള ദേഷ്യവും പെട്ടെന്ന് വിഷമിച്ച് കരയുന്നത് കാണാം. പിന്നെ ദഹന പ്രശ്നങ്ങളാണ്. ഒന്നും കഴിക്കാൻ തോന്നത്തില്ല, വിശപ്പില്ല. അഥവാ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴുള്ള ഓക്കാനം, ഛർദിൽ അങ്ങനെയൊക്കെയുള്ള. പിന്നെ അകാരണമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകും എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നതും ആയുർവേദത്തിലെ അകതന്ത്ര ചികിത്സയുമായി ബന്ധപ്പെടുത്തി വിഷം ഛർദ്ദിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ചില പൂജകളും ഇതിന് പരിഹാരമായി ചെയ്തു വരുന്നുണ്ട്. ഇതിന് പ്രാധാന്യമായിട്ടൊരു അമ്പലമുണ്ട്. അതാർക്കെങ്കിലും അറിയാമോ? ഇതിന് ക്ഷേത്ര ദർശനം നടത്തി ഈ കൈവിഷം ഉള്ളിൽ നിന്ന് വെളിയിലെടുക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമുണ്ട്. അത് ആലപ്പുഴ ജില്ലയിലെ തിരുവിഴ ശിവക്ഷേത്രം എന്നാണ് പേര് കേട്ടതാണ് കേട്ടോ. അത് ഒരുപാട് ആളുകൾ അവിടെ ചെന്ന് കൈവിഷം ഇറക്കി. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ചിട്ടാവട്ടങ്ങളുണ്ട് അവിടെ. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2-3 ദിവസം ഇവർ ലഹരി കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വേണം അവിടെ ചെന്ന് ആ പൂജകളെല്ലാം പങ്കുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള പന്തീരടി പൂജയ്ക്കും ഔഷധത്തിന് ശേഷം ക്ഷേത്ര പ്രദക്ഷിണം നടത്തുമ്പോൾ കൈവിഷം ഛർദ്ദിച്ച് പുറത്ത് കളയാൻ സാധിക്കുമെന്നാണ് അവിടുത്തെ വിശ്വാസം. അത് സത്യവുമാണ്. ഒരുപാട് പേർക്ക് വിശ്വാസവും അനുഭവമുള്ള ഒരു കാര്യമാണത്. കൂടാതെ ഹനുമാൻ ക്ഷേത്ര ദർശനവും മന്ത്രങ്ങൾ ജപിച്ച ജലം കുടിക്കുന്നതും രോഗശമനത്തിന് സഹായിക്കുമെന്നാണ് വിശ്വാസം. എന്തെല്ലാം മന്ത്രങ്ങളാണ് ഇതിനു വേണ്ടി ജപിക്കേണ്ടതെന്ന് നോക്കിയാലോ. നിത്യവും ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഈ ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്നുള്ള രോഗത്തിന് മുക്തി നേടാനായിട്ട് പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ശ്രീ പരമേശ്വര ജപം എന്ന പാരായണവും കൂടി ജപിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതെല്ലാം പാരായണം നടത്തുമ്പോൾ ഇതിൻ്റെ ആ ഒരു ശക്തി കുറയും എന്നാണ് പറയുന്നത്. ഇനി കൈവശം ബാധിക്കാത്ത കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അവരേതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. എന്തെല്ലാം ചെയ്താലും കൈവശം ചില നക്ഷത്രക്കാരിൽ ബാധിക്കത്തില്ല. അങ്ങനെയുള്ള നക്ഷത്രക്കാർ കുറച്ച് പേരുണ്ട്. അവരെ ഒരു 7 നക്ഷത്രക്കാരുണ്ട്. അവരും കൂടെ ഏതൊക്കെ നക്ഷത്രമാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം ആദ്യമായിട്ട് പറയുന്നത് രേവതി നക്ഷത്രമാണ്. ഈ രേവതി നക്ഷത്രക്കാരെ കൈവശം ബാധിക്കില്ല. പിന്നെ അനിഴം, ചോതി, ആയില്യം, പുണർദം, ഭരണി, അശ്വതി ഇത്രയും നക്ഷത്രക്കാരെ ആരെല്ലാം എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കൈവശം കൊടുത്താലും എന്തുമാത്രം പ്രാഗിയാലും എന്തെല്ലാം ശത്രുദോഷത്തിന് എന്തെല്ലാം ചെയ്താലും ഇവർക്ക് ഇതൊന്നും ഏൽക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ നക്ഷത്രം ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നിടം വരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.